ചോദ്യം ചെയ്യുന്നതിനിടെ കുറ്റം സമ്മതിച്ച പ്രതി 5 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ മറ്റൊരാൾ കൂടി തന്നോടൊപ്പം ഉണ്ടായിരുന്നതായി പോലീസിനോട് വെളിപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബീഹാർ സ്വദേശിയായ പ്രദീപ് കുമാറിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ മനോജിനെ അടുത്ത മാസം 4 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അതിനിടെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടി അപകടനില തരണം ചെയ്തതായും കുട്ടി മാതാപിതാക്കളോട് സംസാരിച്ചതായും ഡോക്ടർമാർ അറിയിച്ചു. ചെറിയ രീതിയിലുള്ള അണുബാധ ഉണ്ടെങ്കിലും ഭയപ്പെടാനുള്ള സാഹചര്യമില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. കുട്ടിയുടെ ചികിത്സയ്ക്കായി 8 അംഗ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. 5 വയസ്സുകാരി പീഡനത്തിനിരയായ സംഭവത്തിൽ ഡൽഹിയിൽ പ്രതിഷേധം തുടരുകയാണ്. ഇന്ത്യ ഗേറ്റിൽ പ്രതിഷേധിക്കാനെത്തിയവരെ പോലീസ് തടഞ്ഞു. പ്രതിഷേധം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കാതിരിക്കാൻ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ദ്രുതകർമ്മസേന, CASF തുടങ്ങിയ സേനാ വിഭാഗങ്ങളെ പ്രത്യേകമായി വിന്യസിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസ് മേധാവിയെ പുറത്താക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ കടുത്ത രോഷാകുലരാണ് വിദ്യാർത്ഥികളും യുവാക്കളും. അതിന്റെ പ്രതിഫലനമാണ് ഡൽഹിയിലെങ്ങും. ഡൽഹിയിലെ ITOയിൽ നിന്നും ക്യാമറാമാൻ പ്രമോദിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.